ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടും തൃശൂരിനായി പ്രവർത്തിക്കാതെ സുരേഷ് ഗോപി വിജയിച്ച് 3 മാസം പിന്നിടുകയാണ്. എംപിയുടെ ഓഫീസ് തുറക്കാതെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിനാൽ എപ്പോഴും മണ്ഡലത്തിൽ വരാൻ സാധിക്കില്ലെന്നാണ് സുരേഷ് ഗോപിയുടെ വാദം. എംപിയോട് പറയാനുള്ളത് എന്താണോ അത് BJP ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞാൽ മതിയെന്നാണ് ഇതിൽ എംപിയുടെ നിലപാട്. ഇതോടെ എംപിക്കെതിരെ വിമർശനങ്ങൾ ഉയരുകയാണ്. പല സമയങ്ങളിലും സന്ദർഭങ്ങളിലും MP എത്തേണ്ടിടത്ത് എത്തിയിട്ടില്ല. ഞങ്ങളുടെ ആവശ്യം ഒന്ന് തുറന്നു പറയാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അതേസമയം തങ്ങൾക്ക് ഇങ്ങനെയൊരു MP ഇല്ലെന്ന നിലയിലാണ് BJP നേതൃത്വം പെരുമാറുന്നത്. BJP നേതൃത്വവും സുരേഷ് ഗോപിയും തമ്മിലുള്ള പോരിൽ വലഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ. തെരഞ്ഞെടുപ്പ് സമയം എങ്ങനെയുണ്ടായിരുന്നു സുരേഷ് ഗോപി അതിന് വിപരീതമായാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. സ്ഥാനാർത്ഥിയായതു മുതൽ തുടങ്ങിയ ജില്ലാ നേതൃത്വവുമായുള്ള ഏറ്റുമുട്ടൽ പ്രതിദിനം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. MP ഓഫീസ് കൃത്യമായി പ്രവർത്തിക്കാത്തതിനാൽ പരാതികളും അപേക്ഷകളും നൽകാൻ ഇടമില്ലാതായിരിക്കുകയാണ്. വല്ലപ്പോഴും പരിപാടികളിൽ വരുമ്പോൾ മാത്രമാണ് പരാതികളും നിവേദനങ്ങളും നൽകാൻ കഴിയുന്നതെന്ന് ജനങ്ങൾ പരാതിപ്പെടുന്നു. എന്നാൽ വിരലിൽ എണ്ണാവുന്ന പരിപാടികളിൽ മാത്രമാണ് MP മണ്ഡലത്തിലെത്തിയിട്ടുള്ളത്. ജൂലൈ മാസം ആദ്യം തൃശൂർ മണ്ഡലത്തിൽ കീഴിലുള്ള ഭൂരിപക്ഷം പ്രദേശങ്ങളും മഴക്കെടുതിയിൽ ബുദ്ധിമുട്ടിയിരുന്നു. അപ്പോൾ പോലും MP അങ്ങോട്ട് എത്തിയിട്ടില്ലെന്ന വിമർശനവും സുരേഷ് ഗോപിക്കെതിരെ ഉയരുന്നുണ്ട്. ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്ന രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. കൂടാതെ ഓഗസ്റ്റ് 15-ന് നഗരത്തിലെ ഹയാത്ത് ഹോട്ടലിൽ ഉണ്ടായിരുന്ന MP തേക്കിൻകാട് മൈതാനത്ത് നടന്ന സർക്കാരിന്റെ സ്വാതന്ത്ര്യദിന പരിപാടിയിലും പങ്കെടുത്തില്ലെന്ന ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. ജനപ്രതിനിധിക്ക് യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രതിനിധികളെ അയക്കും. എന്നാൽ സുപ്രധാന യോഗങ്ങളിൽ പകരം ഒരു പ്രതിനിധിയെ പോലും സുരേഷ് ഗോപി അയച്ചില്ലെന്ന വിമർശനവും രൂക്ഷമാണ്. ഏറെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത്. എന്നാൽ ആ പ്രതീക്ഷയ്ക്കെല്ലാം അറുതി വരുത്തിയിരിക്കുകയാണിപ്പോൾ. തൃശൂർ തന്നെയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായത്. ഏറെ വിമർശനങ്ങളും പരിഹാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഉറച്ച ആത്മവിശ്വാസത്തോടെയാണ് തൃശൂരിൽ പ്രചാരണ പരിപാടികൾ ഉൾപ്പെടെ നടന്നത്. അതിനിടയിൽ പത്മജയുടെ BJPയിലേക്കുള്ള കടന്നുവരവും ഏറെ നിർണായകമായിരുന്നു. തുടർന്ന് തൃശൂരിൽ മുരളീധരൻ സുരേഷ് ഗോപിക്കെതിരെ രംഗപ്രവേശനം ചെയ്തതും എല്ലാം തെരഞ്ഞെടുപ്പിൽ നിർണായകം തന്നെയായിരുന്നു. എന്നാൽ വിജയശേഷം സുരേഷ് ഗോപി കാണിക്കുന്ന ഈ അവഗണന ഒരിക്കലും മാറുന്നില്ല. പൊതുജനങ്ങളോട് ഒരു കടപ്പാടുണ്ട്. MP എന്ന നിലയിൽ ആ നാടിനായും ജനങ്ങൾക്കുമായും പ്രവർത്തിക്കേണ്ട വ്യക്തി ഓരോ ന്യായീകരണങ്ങൾ നടത്തിക്കൊണ്ട് ഒഴിഞ്ഞുമാറിയിട്ട് കാര്യമില്ല. ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്കായി തന്നെ പ്രവർത്തിക്കണം. താൻ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങൾ പാർട്ടി നേതൃത്വത്തിനെ ഏൽപ്പിച്ചതുകൊണ്ട് കാര്യമില്ല. മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നുകൊണ്ട് സുരേഷ് ഗോപി നടത്തുന്ന ഓരോ പ്രസ്താവനയും വിവാദമാവുകയാണ്. ഇതുകൊണ്ട് തന്നെ പൊറുതിമുട്ടിയിരിക്കുകയാണ് BJP നേതൃത്വം. വോട്ട് ചെയ്ത് ജയിപ്പിച്ചതിൽ ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്ന തോന്നലാണ് ഇപ്പോൾ തൃശൂരിലെ ജനങ്ങൾക്കുള്ളത്. പാർട്ടി നേതൃത്വത്തിന്റെ ഏറെ കഷ്ടപ്പാടുകളും വർഷങ്ങളുടെ കാത്തിരിപ്പുമാണ് സുരേഷ് ഗോപിയിലൂടെ നിറവേറിയത്. എന്നാൽ പൊതുജനത്തിന് മുൻപിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഇത്തരം സമീപനം ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ചേരുന്നതല്ല.